കം കം കയറിപ്പോ കയറിപ്പോ. ആ പൊയ്ക്കോ. ആയി. ആ പൊയ്ക്കോ പൊയ്ക്കോ. അമ്മ ഹലോ, ഗുഡ് മോർണിംഗ്. സമയം അതിരാവിലെ 6:10. രാവിലെയുള്ള നമ്മുടെ വൈബാണ് കേട്ടോ. രാവിലെയുള്ള നമ്മുടെ ഇതാ കണ്ട നേരം അങ്ങനെ വെളുത്ത് വെളുത്ത് വരുന്നതേ ഉള്ളൂ. കോഴി ശബ്ദവും കാക്കയുടെ കരച്ചിലും പക്ഷികളുടെ കരച്ചിലുമൊക്കെ കേൾക്കുന്ന രാവിലെയുള്ള നമ്മുടെ അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നമ്മളത് ഈ ഡോബർ കുട്ടൻ ഇവനെ നമ്മളിവിടെ കെട്ടി, ഇവനെ രാത്രി നമ്മൾ അഴിച്ചാണ് വിടുന്നത്. പക്ഷേ ഇവനെ നമുക്കിപ്പോൾ ഒരു വലിയൊരു പേടിയിൽ വന്നിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മളെ ഡയാനയെ ഇവൻ നോട്ടയിട്ട് തുടങ്ങി. അങ്ങനെ ഡയാനയെ ഇവന് കണ്ണ് വയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 ആഴ്ചയായി. ഡോവർ എൻ്റെ ഡയാനയെ വഴി തെറ്റിക്കുമോ എന്നാണ് എനിക്ക് സംശയം. അതുകൊണ്ട് ഞാൻ പലതീരെയോ എന്തൊക്കെയോ എനിക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടായി. ആ കുട്ടിയോട് ഒരു പ്രത്യേക പ്രണയം അവനോട് ഇല്ലേ. മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾക്കും എല്ലാവർക്കും പ്രണയം എന്ന് പറയുന്ന ഒരു വികാരമുണ്ട്. എൻ്റെ സംസാരം ഇങ്ങനെ എന്താ പറയണ്ട, പാറപ്പുറത്തെ സൗണ്ട് പോലെ ഇരിക്കുന്നത്, അത് രാവിലെ ആകുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ സൗണ്ടിനൊക്കെ കുറച്ച് വ്യത്യാസം കാണും ഇല്ലേ. കരികുരു കിരുകുരു എന്നൊക്കെ ഇരിക്കും. ഉണ്ടാ അവൻ കരയാണ്. ഡാ നീ കരയണ്ട, തന്നെ ഞാൻ തുറന്ന വിടാം. അതിലെനിക്കൊരു വിഷമവും ഇല്ല. പക്ഷേ നീ അവളെടുത്ത് ചെറ്റത്തരം കാണിച്ചാൽ നിൻ്റെ ചന്തി അടിച്ച് ഞാൻ പൊട്ടിക്കും. ഡയാനേ ഡയാനേ പോയി ചിച്ചിപ്പെടു. ഓടിപ്പോ 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 ഓടിപ്പോ. പോയി പോ ചെല്ല്. ശൂശു വൈ. അങ്ങനെ എൻ്റെ ഡയാനക്കുട്ടി ശൂശു വയ്ക്കാൻ പോവുകയാണ്. ഇതാ ഇവിടെ ശൂശു വെച്ചോ മക്കൾ. ഞാൻ എന്തെന്നറിയോ, ഈ സൈഡിലങ്ങ് വേലി, ഈ ഹൈറ്റ് കുറഞ്ഞ മതിൽ ഭാഗമുണ്ടല്ലോ, ഈ ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് ഞാൻ കുറച്ചൊന്ന് പൊക്കി കെട്ടി, കുറച്ചൊന്ന് വേലി വെച്ചിരിക്കണം കേട്ടോ. കുറച്ച് കമ്പൊക്കെ വെച്ചാൽ കെട്ടി. കാരണം എന്തെന്നറിയാമോ, നമ്മളെ ഡോബറിൻ്റെ വാസ സ്ഥലമാണ് ഇവിടെ. ഡോബറിനെ അഴിച്ചു വിട്ടാലും ഡോബർ വന്നിരിക്കുന്ന ഒരു മതിലിൻ്റെ പിറവാണിത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവന് ഒരുപാട് കാഴ്ചകൾ കാണാം. റോഡിൽ കൂടി പോകുന്ന ആളുകളെയൊക്കെ കാണാം. പിന്നെ അവൻ്റെ കൂട്ടുകാരൊക്കെ അതുവഴി പോകുന്നതൊക്കെ അവന് കാണാം. ഇവിടെയാണ് അവൻ വന്നിരിക്കുന്നത്, ആ മതിലിൻ്റെ ആ തിട്ടയുടെ പുറത്ത്. എന്നിട്ട് ഈ ഹൈറ്റ് കുറഞ്ഞ മതിലിൻ്റെ ഭാഗത്ത് നിന്ന് അപ്പുറത്തെ വിളയിലോട്ട് ചാടും. 1ഉം 2നും ഒക്കെ അവൻ പോയിട്ട് അവൻ അപ്പുറത്തെ വിളയിലാണ് പോയി 1നും 2നും ഒക്കെ പോകുന്നത്. പക്ഷെ പോകുന്നതൊന്നും കുഴപ്പമില്ല. ഇവനവിടെ കുറച്ച് കൂട്ടുകാരുണ്ട്. അവനെപ്പോലെ തന്നെ നാടൻ നായ്ക്കൾ, ഏതോ വീട്ടിൽ വളർത്തുന്ന കുറേ നല്ല നായ്ക്കളാണ് കേട്ടോ. അവർക്ക് കാണാൻ തന്നെ നല്ല സുന്ദരമായിട്ടുള്ള നായ്ക്കളാണ്. വരും, ഇവനെ വന്ന് വിളിച്ചുകൊണ്ട് പോകും കേട്ടാ. എടാ അളിയ, നീ കുറേ നേരം കൊണ്ട് ഇവിടെ നോക്കൂത്തിയ പോലെ ഇരിക്കുകയല്ലേടാ, വാടാ അളിയ, ഇറങ്ങി വാടാ, നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാടാ, നല്ല വെമ്പിളരുണ്ടെങ്കിൽ നമുക്കൊന്ന് പഞ്ചാര അടിച്ചിട്ടൊക്കെ വരാം എന്നും പറഞ്ഞ് ഇവനെ വന്ന് വിളിച്ചുകൊണ്ട് പോകും. ഇവൻ കൂടെ അവരുടെ കൂടെ പോകും. പിന്നെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെ ഇവൻ ഈ മതിൽ ചാടിയായി ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് വരികയും ചെയ്യും, അപ്പുറത്തോട്ട് പോവുകയും ചെയ്യും. ഇങ്ങനെ ആയി ഇപ്പോൾ അവൻ്റെ കൂട്ടുകാരന്മാരും ഇപ്പുറത്തോട്ട് മതിൽ ചാടി ഇവിടെ വരാൻ തുടങ്ങി നമ്മളെ വീട്ടിലോട്ട്. എൻ്റെ ഡയാന രാജകുമാരി കണ്ണ് വയ്ക്കാനായിട്ട് ഇവന്മാർ കേട്ടോ. ഡയാന രാജകുമാരിനെ എന്താ പറയുക, വല്ല കടിക്കുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും അറിയും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്ത്, ആ സ്ഥലം ഹൈറ്റ് കുറഞ്ഞ മതിൻ്റെ ആ ഒരു ചെറിയ ഒരു പോർഷനിൽ ഞാൻ ഇത്തിരി കമ്പും തടിയൊക്കെ വെച്ചങ്ങ് കെട്ടിയങ്ങ് വെച്ച്, ഒരു വേലി പോലെ വെച്ച്. അപ്പോൾ നമ്മുടെ രാജകുമാരനും അപ്പുറത്ത് പോകാൻ പറ്റത്തില്ല കേട്ടോ, അത് വേണ്ടാന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഇവൻ ചാടുന്നത് കണ്ടാണ് മറ്റുള്ള പട്ടികളും ഇപ്പുറത്തോട്ട് ചാടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ആ വേലി വെച്ചതുകൊണ്ട് അവൻ ഇനിയിപ്പോൾ അതുവഴി പോകില്ല. അപ്പോൾ അതിന് ഇവന് 1നും 2നും പോകാൻ വേണ്ടി നമ്മൾ ഗേറ്റ് തുറന്നു കൊടുക്കും. അവൻ ഗേറ്റിന് വെളിയിൽ പോയിട്ട് വരും. അങ്ങനെ മതി എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നമ്മളതാണ്ട ഡയാന രാജകുമാരി ഇങ്ങനെ അപ്പിയിടാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ചില സമയത്ത് അവൾ ആ തെങ്ങിൻ്റെ മുട്ടിലൊക്കെ 1നും 2നും പോകും, അല്ലെങ്കിൽ ഗേറ്റ് തുറന്നു കൊടുക്കും, ഗേറ്റിൻ്റെ വെളിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവളെ കൊണ്ട് നമുക്ക് ശല്യമില്ല. പക്ഷേ ഇവളും ഇപ്പം ഈ ഇടയായിട്ട്
ഇത് രാവിലെയുള്ള നല്ല നമ്മുടെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ, രാവിലെയുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മളെ രാജകുമാരിയെ കേട്ടോ, അതാ ഇടയാന ഇവളും ആൾ ശരിയല്ല, കണ്ണ് തപ്പി അവൻ്റെ അടുത്തോട്ടങ്ങ് പോകും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ തങ്ങളിൽ എന്തോ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. അപ്പോൾ ഇവർ തങ്ങളിങ്ങനെ കഥകളൊക്കെ കൈമാറി വന്നു കഴിഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ, അവിഹിതങ്ങൾ വല്ലതും സംഭവിച്ചാൽ പിന്നെ ഇവൻ്റെ കുഞ്ഞിനെ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ കുട്ടിയെ, ഈ നാടൻ നായയുടെ കുട്ടികളോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ ലാസയുടെ ആ ഒരു ബ്രീഡിൽ തന്നെ നമുക്ക് കുട്ടികൾ വേണം. അങ്ങനെയുള്ള ആരെങ്കിലുമായിട്ട് ഇവൾ ഇനി അവിഹിതം നടന്നാൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു, അതിൻ്റെ കുഞ്ഞുങ്ങളല്ലേ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇവർ തങ്ങളിൽ ഭയങ്കര ഒരു വല്ലാത്ത ഒരു നോട്ടത്തിലും വശപെശക എനിക്ക് കണ്ടതുകൊണ്ട് ഇവനെ ഞാൻ പിടിച്ച് കെട്ടിയിടാൻ തുടങ്ങി. അങ്ങനെ ഇവൻ കെട്ടുമൂട്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത്. രണ്ട് നേരം അവൻ അഴിച്ചു വിടുകയുള്ളൂ. ഇവളെയും ചില സമയങ്ങളിൽ ഇവളെയും ഞാൻ കെട്ടിയിടാറുണ്ട്. കാരണം കെട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവൾ പെട്ടെന്ന് ഓടി അവൻ്റെ അടുത്ത് പോകാൻ സാധ്യതയുണ്ട്. കാരണം അതിനൊന്നും അറിയില്ലല്ലോ ഓരോ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇവരെ ഇനി എന്താ പറയണ്ട, ഇവരെ ഇനി കൂടുതൽ തങ്ങളിൽ അടുത്താൽ ചിലപ്പോൾ നമ്മൾ എപ്പോഴും ഇവരെ നോക്കിയിരിക്കുന്നതെന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ നമ്മളെവിടെ കൊണ്ടുപോയി താങ്ങും? പിന്നെ നിങ്ങൾ തന്നെ പറയൂ സുഹൃത്തുക്കളെ. ഇവ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ആൾ പുലിയാണ് കേട്ടോ, ഇവൻ ആൾ പെശവാണ്. എൻ്റെ ഡയാനെ ഇങ്ങനെ നോട്ടം വിട്ട് ഇവൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. എൻ്റെ ചെറിയ കുട്ടി ഇപ്പം അവൾ മേജറായി. അപ്പോൾ അതുകൊണ്ട് ഇവനിപ്പോൾ അതിന് ശേഷമാണ് അവന് ഭയങ്കര ഒരു അസുഖം. പിന്നെ ഇവൻ തറയിലൊന്നും കിടക്കില്ല കേട്ടോ, രാത്രി ആയാലും എപ്പോഴായാലും ഈ ഒരു ചെയർ വെച്ച് കൊടുക്കും, ആ കസേരയുടെ മണ്ടയിലാണ് ഇവൻ കയറി കിടക്കുന്നത്. അങ്ങനെയൊക്കെ നല്ല വൃത്തിയുള്ള കൂട്ടത്തിലാണ്. ഇന്നലെ രാത്രി ഇവന് ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് ഒരു നുള്ളു ചോറ് ഇവൻ കഴിച്ചിട്ടില്ല. എന്ത് കാര്യമെന്നറിയില്ല. എനിക്ക് തോന്നുന്നു അവളോടുള്ള പ്രണയം മൂത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരാഹാരവും കഴിച്ചില്ല, അതുകൊണ്ട് കുടൽ അങ്ങ് വലിഞ്ഞു കിടക്കുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി കഴിക്കാത്തതുകൊണ്ട് രാവിലെ ആയപ്പോൾ അവൻ്റെ കുടലൊക്കെ അങ്ങ് താന്ന് അങ്ങോട്ട് വല്ലാത്തൊരിതിലാണ്. ഭക്ഷണം കഴിച്ചില്ലല്ലോ. പിന്നെ ഞാൻ ഇത്തിരി ചോറൊക്കെ വെച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. അവനെന്തോ പിന്നെ അവൻ ഒരു കാര്യമുണ്ട്, അവന് ഫുഡ് നിറച്ചും കൊടുത്താലും അവൻ കുറച്ച് ശകലം ചോറ് ആ പാത്രത്തിൽ വെച്ചിരിക്കും. അതവൻ്റെ ഒരു ശീലമാണ്. അത് വല്ല കാക്കകളും മറ്റുള്ള പൂച്ചകളൊക്കെ തിന്നാൻ വേണ്ടിയാണ് അവൻ ബാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനൊരു ആഹാരത്തിനോട് വലിയൊരു ആർത്തിയോ ഒന്നുമില്ല അവന്. ഒരു നല്ലൊരു ഈ നമ്മളെ ഡോബർ നല്ല ഒരു അറിവുള്ള ഒരു നായയുമാണ്. പക്ഷേ എൻ്റെ ഈ ഡയാനെ നോട്ടം വിടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ എല്ലാ കാര്യങ്ങളും അവൻ നല്ലൊരു പാവമാണ്. എന്നാൽ എല്ലാവർക്കും ദാനശീലനുമാണ് കേട്ടോ. അവൻ ധർമ്മം കൊടുക്കാനൊക്കെ മിടുക്കനാണ്. തിന്നുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിലും അവൻ പാത്രത്തിലൊരു ശകലം അവൻ ചോറ് അവിടെ അതിൽ വെച്ചിരിക്കും. പൂച്ചകളായാലും കാക്കകളായാലും വന്ന് കഴിക്കാൻ വേണ്ടിയാണ് അവൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഡയാനയുടെ അങ്ങനെ എനിക്ക് എൻ്റെ ഡയാനക്കുട്ടീനെ ഇവൻ്റെ അടുത്തോട്ട് വിടുന്നത് എനിക്ക് വളരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഇവർ അഴിച്ചു വിട്ട നേരെ അവളടുത്താണ് അവൻ വരുന്നത്. അതുകൊണ്ട് അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ മണിച്ചിത്ര താഴൊക്കെ തുറന്ന് രാത്രിയാകുമ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടും കേട്ടോ നമ്മൾ.